ഞാൻ വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. ബിജെപിയുടെ കാൻഡിഡേറ്റ് ആരാണ് തൃപ്പൂണിത്തുറയിൽ? എനിക്കറിയാം. മനുവിന് അറിയുമോ? എനിക്കെന്താ അറിഞ്ഞൂടാത്തത്? ആരാണ് അതാരാണെന്ന് ആരെയൊക്കെ അറിയില്ലെങ്കിൽ അറിയണ്ട. മാധ്യമ പ്രവർത്തകനെങ്കിലും അറിയില്ലെങ്കിൽ എനിക്കറിയാം. ബിജെപിയുടെ മനുവിന് അറിയുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അറിയാമെങ്കിൽ അറിയില്ലെങ്കിൽ പറയണത്. ആര്യാന്നുള്ള ജേർണലിസ്റ്റ് ബിജെപിയുടെ പത്രസമ്മേളനം നടത്തി കാൻഡിഡേറ്റ് പ്രഖ്യാപിച്ച് എൻ ഡി എ കാൻഡിഡേറ്റ് അറിയില്ലെങ്കിൽ പറയണം. ബിജെപിയുടെ പത്രസമ്മേളനത്തിലല്ല അനൗൺസ്മെന്റ് വന്നത്. ബിജെപിയുടെ കാൻഡിഡേറ്റ് ആരാണ് തൃപ്പൂണിത്തുറയിൽ? ഇതൊക്കെ ചോദിക്കാൻ താനാരാ? എന്റെ ചോദ്യം തൃപ്പൂണിത്തുറയിൽ ബിജെപിയുടെ എൻ ഡി എയുടെ കാൻഡിഡേറ്റ് ആരാണ്? ആര്യ, ഹലോ ഹലോ ഗോപാലകൃഷ്ണ, കേൾക്കാമോ? എനിക്ക് കേൾക്കാം മനു. അവര് പറയുന്നത് എനിക്ക് കേൾക്കുന്നില്ല. ഞാൻ കേൾക്കുന്നില്ല. മനു കേൾക്കാമോ? ഹലോ, ഉറച്ചു പറ, കേൾക്കുന്നില്ല. എന്തായാലും കൃത്യസമയത്ത് മനുവിന് കേൾക്കാതെ ആയിരിക്കുന്നു. മനു കേൾക്കാമോ? ഹലോ, കേൾക്കുന്നില്ല, കേൾക്കുന്നില്ല. മനു, ഹലോ, ഹലോ. അതെ, നിങ്ങൾ മാധ്യമ പ്രവർത്തകർ ശരിയല്ല ഏട്ടാ. ഇങ്ങനെയുള്ള സില്ലി ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ പാടില്ല. വളരെ മോശമാണ്. നിങ്ങൾ അമേരിക്ക, ഇസ്രായേലും ഇറാന്റെ ഒക്കെ യുദ്ധത്തിനെ കുറിച്ച് ചോദിക്കും, അങ്ങനെ ഇന്റർനാഷണൽ കാര്യങ്ങളൊക്കെ ചോദിക്കും. ഇങ്ങനെയുള്ള സില്ലി ചോദ്യമൊന്നും ചോദിക്കാൻ പാടില്ല. അല്ല, അത് പുള്ളിക്ക് അറിഞ്ഞൂടാത്തോണ്ടൊന്നും അല്ല ഏട്ടാ. ഇനി മേലെ ഇങ്ങനെയുള്ള സില്ലി ചോദ്യങ്ങൾ ചോദിക്കരുത്. സീരിയസ് ആയിട്ട് ഒരാൾ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത് അല്ല. പിന്നെ